എറണാകുളത്ത് ഹോട്ടലിൽ വെച്ച് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയ ആൾക്ക് രക്ഷകനായി ഒപ്പമുണ്ടായിരുന്നയാൾ കഴിക്കുന്നതിനിടെ കൊല്ലം സ്വദേശിയുടെ തൊണ്ടയിൽ മുട്ട കുടുങ്ങുകയായിരുന്നു. സമയോചിതമായിട്ടുള്ള ഇടപെടലിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായിരിക്കുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ രക്ഷാപ്രവർത്തനം ഒന്ന് കാണാം. രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ടുണ്ട്. പ്രദീപ്, കൂട്ടുകാരനല്ലാതെ മറ്റാരെ എന്നുള്ളതാണോ? കൂടെയുള്ളത് ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരനാണോ, അദ്ദേഹമാണോ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്? പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കണമെന്ന് പണ്ട് മുതൽ പറയാറുണ്ടല്ലോ. ഇല്ലെങ്കിൽ അത് തൊണ്ടയിൽ കുടുങ്ങി വലിയ അപകടങ്ങളുണ്ടാവാം. ഈ സമീപകാലത്ത് തന്നെ അങ്ങനെ അപകടങ്ങളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പൊറോട്ടയുടെ കഷ്ണം, ഇഡലിയുടെ കഷ്ണം, അതുപോലെ ഇറച്ചി കഷ്ണമൊക്കെ തൊണ്ടയിൽ കുടുങ്ങി മരണം വരെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എറണാകുളം MG റോഡിലെ ഒരു ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത്. കൊല്ലം സ്വദേശിയായ അനീഷ് ഒപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മനേഷ് എന്നിങ്ങനെ രണ്ടുപേര് ഭക്ഷണം കഴിക്കാനെത്തുന്നു. ചോറാണ് ഓർഡർ ചെയ്തത്. ചോറ് കൂടാതെ ഈ അനീഷ് ഒരു മുട്ട പുഴുങ്ങിയതുകൂടി ഓർഡർ ചെയ്തു. അപ്പോൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ മുട്ട പുഴുങ്ങിയെടുത്ത് കടിക്കുന്നു. ആദ്യം കടിച്ചപ്പോൾ തന്നെ ഈ മുട്ടയുടെ കഷ്ണം ഇദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ കുടുങ്ങുകയാണ്. ഈ മുട്ടയുടെ കഷ്ണം തൊണ്ടയിൽ കുടുങ്ങിയതോടെ ഇദ്ദേഹത്തിന് കൂടുതലൊന്നും സംസാരിക്കാൻ വയ്യെന്നായി, എന്തൊക്കെയോ ചില ആംഗ്യങ്ങൾ കാണിച്ചു. അപ്പോൾ മേശയ്ക്ക് എതിർവശത്തിരുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ മനേഷ്, അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണ് എന്നൊരു സംശയം തോന്നി. പെട്ടെന്ന് തന്നെ ഈ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയ അനീഷിനെ എഴുന്നേൽപ്പിച്ചിട്ട് അല്പം കുനിച്ചു നിർത്തി പുറത്ത് ശക്തമായി ഇടിക്കുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഹോട്ടലിൻ്റെ ഉടമയും ജീവനക്കാരും ഒക്കെ ഓടിയെത്തി അവരും അവരാൽ ആകും വിധം രക്ഷാപ്രവർത്തനം നടത്തി. അതായത് ഈ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയ ആളെ കുനിച്ചു നിർത്തി ശക്തമായി തന്നെ, സാമാന്യം നല്ല രീതിയിൽ തന്നെ ശക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ പുറത്ത് പലതവണ തട്ടി അല്ലെങ്കിൽ ഇടിച്ചു എന്ന് പറയാം. എന്തായിരുന്നാലും കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ഒടുവിൽ ഈ മുട്ടയുടെ കഷ്ണം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് പോയി. ശ്വാസം നേരെ വീണു എന്ന് തന്നെ പറയാം. പിന്നീട് ആശുപത്രിയിലൊന്നും പ്രവേശിപ്പിക്കേണ്ടി വന്നില്ല. അങ്ങനൊരു അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് തന്നെ പറയാം. എന്തായിരുന്നാലും അപകടം ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ ദൃശ്യം പുറത്തുവിട്ടത് നമുക്ക് കൈമാറിയത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മനേഷാണ്. അദ്ദേഹം പറഞ്ഞത് ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കട്ടെ. ഇനി അഥവാ ഇത്തരത്തിലൊരു അപകട സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രഥമ രക്ഷാദൗത്യം എങ്ങനെയായിരിക്കണമെന്ന് ആളുകൾ മനസ്സിലാക്കട്ടെ. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു വീഡിയോ പുറത്തു വിടുന്നത് എന്നാണ്. എന്തായിരുന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ പണ്ട് പറഞ്ഞിരുന്നതുപോലെ കൂടുതൽ ശ്രദ്ധയോടെ കഴിക്കുക. മറ്റു കാര്യങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ ഒരുപാട് സംസാരിച്ച് അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒന്നുമല്ലാതെ ഭക്ഷണം നന്നായി ചവച്ചരച്ച് തന്നെ കഴിക്കുക എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് അപകടകരമായി മാറിയേക്കാം. ഇവിടെ എന്തായാലും അപകടം ഒഴിവായി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം.